കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അച്ഛനെ വീട്ടിൽ നിന്ന് പോഷാഹാരം തിന്നുമായിരുന്നല്ലേ? ചുമ്മാ അല്ല അടുക്കള നോക്കിട്ട് ഒന്നും കാണാതിരുന്നത്. ഞാൻ നോക്കിയപ്പോ അവിടെ നിന്ന് കാണുന്നില്ല. ഇതാ കൈ കിട്ടിയത്. പിന്നെ ഇത്തിരി പോഷക സമൃദ്ധമായ ആഹാരം ആയിക്കോട്ടെ എന്ന് കരുതിയ. നമുക്കത് ഒരുമിച്ച് കഴിക്കാറ്. അത് വേണ്ട. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് പുറത്തു പോയി വല്ല കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നീ പോയി കഴിച്ചോ. അച്ഛനെ ഈ മണി മൂട്ടിലേക്ക് മാറാൻ പറ്റും? വെരി സോറി. എന്നാ കുറച്ച് അണ്ടിപ്പരിപ്പാ. ഇത് കഴിച്ചോടാ. എനിക്കൊന്നും വേണ്ട. തക്കാളി പൈൻ്റെ കൂടെ ഇരിക്കാം. എടാ, ഇതൊക്കെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാ. പക്ഷെ ഇത് കണ്ടോ ഞാൻ കട്ടളെ മുട്ടി വളർന്ന് അച്ഛൻ ഈ അണ്ണാൻ മറ്റേ ചക്കക്കുരി നിന്നോണ്ടിരിക്കാതെ പുറത്തു പോയി വാങ്ങിച്ച് കഴിക്കാൻ പാ. ബദാമും അണ്ടിപ്പരിപ്പും തക്കാളിയും, അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. പൈസ ചെലവാക്കാൻ വയ്യാത്തോണ്ടല്ലേ അടുക്കള ഇരിക്കുന്ന അവിഞ്ഞ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് തിന്നുന്നത്. ഞാൻ അടുക്കള ഇപ്പൊ വല്ല ഉണ്ടോ നോക്കട്ടെ. അവിടെ സ്റ്റീൽ പാത്രവും ഗ്യാസ് മാത്രമേ അന്ന് എടുത്ത് കഴിച്ചേക്കല്ലേ? വേറൊന്നും ഇല്ലേ? എടാ, അതൊക്കെ പിള്ളേർ എടുത്തോണ്ട് പോയടാ. അതപ്പോ അതുകൊണ്ടല്ലേ ഞാൻ ഇതുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഇത് കഴിച്ചോ. കൊതിക്കറി കൊണ്ടാതിരിക്കും. ഒരു അണ്ടിപ്പരിപ്പ് പിടിക്കാൻ നന്നായി കൊള്ളായിരുന്നു. അണ്ടിപ്പരിപ്പ് ഇതുകൂടെ കഴിച്ചോ. തീർന്നു, അത് മതി. അല്ല, ഒരു രണ്ട് കൈ ഒരു കൈ ഫ്രീ ആണ്, ഒരു കൈ ഫുള്ളായി. തക്കാളിയാണ് കൂടുതൽ കഴിക്കേണ്ടത്. സിന്ധുവച്ചേ, എന്താടാ കഴിക്കാൻ വല്ല ഉണ്ടോ? കഴിക്കാനാ? കഴിക്കാനൊന്നും ഇല്ലടാ. ഒന്നുമില്ല കഴിക്കാൻ. കഴിക്കാൻ ഇപ്പൊ ഇച്ചിരി പഴങ്കഞ്ഞി ഉണ്ട്, എടുക്കട്ടെ? എടുത്തോ വൈകി എടുത്തോ. പിന്നെ അതിനകത്ത് മീൻചാറുണ്ട് കഴിക്കണേ. കറിയൊന്നും ഇല്ലടാ. കറിയൊന്നും ഇല്ലേ? ഇല്ല. വെള്ളം എന്തേലും ഒരു കാന്താരി വെള്ളമെങ്കിലും എവിടെ ഇട്ടോ? നോക്കട്ടെ. ശരി, എടുത്തോ. പഴങ്ങി തന്നൊരു ചേച്ചിയെ കണ്ടാൽ എന്ത് വിളിക്കും? സിന്ധു ചേച്ചി. പഴങ്ങി തന്നൊരു ചേച്ചിയെ കണ്ടാൽ എന്ത് വിളിക്കും? സിന്ധു ചേച്ചി, സിന്ധു ചേച്ചി, സിന്ധു ചേച്ചി. എവിടെ ചാറ്. പഴങ്ങി ഇത് ബിസ്ക്കറ്റ് കലക്കില. പഴങ്ങഞ്ഞിയാണ്. പഴങ്കഞ്ഞി ഇതെവിടുന്ന്? അപ്പുറത്ത് വിട്ട് സുഞ്ചേച്ച. നീ അപ്പുറത്ത് പോയി ചോദിച്ചു വാങ്ങിച്ചാ? ചോദിച്ചു. അയ്യേടെ നാണക്കേടാ മക്കളെ. എന്ത് നാണക്കേട്? സ്വന്തം വീട്ടിൽ ഇല്ലായിരുന്നപ്പോ ഞാൻ തോയും. എന്റെ അച്ഛാ, ഒരു നല്ല ഇതുണ്ടല്ലോ, മീൻ ചുട്ടത് ചീനിച്ച് മീൻചാർക്ക് എടുത്തിട്ടേ അതിനകത്തോട്ട് ഇങ്ങനെ ഞെവിടെ ഇട്ടാണ്ട് ഈ കൈയുടെ ഇടയ്ക്ക് ഇങ്ങനെ പീച്ച് വരും. അതിങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ വായിലിട്ടിട്ടേ. അതെ പറഞ്ഞോ, ഈ കാന്താരി മുളകാണ് ഇങ്ങനെ കടിച്ചോണ്ട് തിന്നെ എന്റെ ടേസ്റ്റ്. പിന്നെ നീ ഒന്ന് ചോദിച്ചു. എന്തോ? അല്ല, സിന്ധുവിന്റെ അടുത്തെ പഴങ്കഞ്ഞി ഉണ്ടോന്ന് ചോദിച്ചു. അത് മോശമല്ലേ? നമ്മളങ്ങനെ ചെയ്തൂടാ. അപ്പുറത്ത് വീടല്ലേ? മോശമൊക്കെയാണ്, പക്ഷെ ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ചോദിക്കാമല്ലോ. ഭയങ്കര വിശപ്പാടാ മക്കളെ, ഒന്ന് ചോദിച്ചു നോക്ക്. എത്ര എമ്പക്കം വീട്ടിലായിരുന്നു? അതുകൊണ്ടാ അല്ലേ, ഒന്ന് ചോദിച്ചു നോക്കടാ. നാണക്കേടാന്ന്. മോശം അച്ഛനും മക്കളെ പറ്റത്തൊന്നുമില്ല. ഒന്ന് ചോദിക്കടാ. അല്ലെ ഇച്ചിരി അല്ല, ഞാൻ ചോദിച്ചോളാം. സിന്ധുവച്ചിക്ക് ഒരാൾ വിളിക്കുന്നത് രണ്ടുപേരും വിളിക്കുന്ന ഇഷ്ടമല്ല. ഒരാൾ വിളിച്ചാൽ ശരിയാവും. സിന്ധുവച്ചേ, ആവശ്യമില്ലാതെ കൂടരുത്. സിന്ധുവച്ചേ, ഇനി പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ ചേച്ചി? അയ്യോ, തീർന്നു പോയടാ. തീർന്നു പോയെന്ന്. കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമില്ല. വേണ്ട, വേണ്ട, ഞാൻ വേണ്ട. കുറച്ച് കുടിക്കട്ടാ. ഇച്ചിരി താടാ അച്ഛന്. നീ തരണ്ട, നീ ഒറ്റയ്ക്ക് കുടിച്ചോട്ടോ. കാണിച്ചുതരാം കേട്ടാ. കാണിക്കാൻ പറഞ്ഞാൽ മതി. പഴങ്ങുന്ന തന്നൊരു ചേച്ചിയെ കണ്ടാൽ എന്ത് വിളിക്കും? സിന്ധു ചേച്ചി.